ചിറയൻകീഴ് കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്തിൽ സനദ്ദാനവും ദുആ സമ്മേളനവും സംഘടിപ്പിച്ചു. ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജമാഅത്ത് ചീഫ് ഇമാം സിദ്ദിഖ് ഫൈസി അൽ അസ്ഹരി സ്വാഗതം ആശംസിച്ചു. അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണമെങ്കിൽ ഇൽമു പഠിച്ചവന് മാത്രമേ അല്ലാഹുവിനെ അറിയാൻ കഴിയുള്ളൂ. ഏറ്റവും വലിയ ഇൽമു എന്ന് പറഞ്ഞാൽ അഫ്ളലായ ഇൽമു അല്ലാഹുവിനെക്കുറിച്ചുള്ള ഇൽമാണ്. അല്ലാഹുവിനെക്കുറിച്ചുള്ള ഇൽമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രാജകൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞത്, അതായത് ബൽക്കീസ് രാജ്ഞിയും അനുയായികളും യമനിലെ സഭയിൽ നിന്ന് മുസ്ലിമാകാൻ ഫലസ്തീനിലേക്ക് വരുന്നു എന്ന വിവരം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അറിഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഫഖാല യാ അയ്യുഹൽ മലഉ അയ്യുകും യഅതീനി ബിഅർശിഹാ ഖബല അൻ യഅതൂനി മുസ്ലിമീൻ. യമനിലെ സഭ എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് ബൽക്കീസ് രാജ്ഞി അനുയായികളും മുസ്ലിമായി ഫലസ്തീനിൽ എന്റെ കൊട്ടാരത്തിൽ എത്തുന്നതിന് മുമ്പ് ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ കഴിവുള്ളവർ ആരാണ്? ഒരു മാസത്തെ വഴിദൂരമുണ്ടെന്ന സഭയിൽ നിന്നും യമനിൽ നിന്നും ഫലസ്തീനിലേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കാൻ ഒരു മാസത്തെ വഴിദൂരമുണ്ട്. ഈ ഒരു മാസ വഴിദൂരമുള്ള സ്ഥലത്ത് നിന്ന് ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം എന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിവുള്ളവർ ആരുണ്ടെന്ന് രാജകൊട്ടാരത്തിൽ അനുയായികളോട് സുലൈമാൻ നബി ചോദിക്കുകയാണ്. എന്നാൽ ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനത്തിന്റെ പ്രത്യേകത, ബൽക്കീസ് രാജ്ഞിയുടെ മാതാവ് റൈഹാന എന്ന് പറഞ്ഞ ജിന്ന് പെണ്ണായിരുന്നു. മനുഷ്യരും ജിന്നുകളും തമ്മിൽ വിവാഹം നടന്നിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഖിയാമത്ത് നാളാകുമ്പോ ഒരു പള്ളിയിൽ ജുമുഅ നടക്കാതിരുന്നാൽ അന്ന് ജിന്നുകൾ ജുമുഅ നടത്തിയാൽ ആ നാട്ടുകാർ കുറ്റത്തിൽ നിന്ന് ഒഴിവാകുമോ എന്ന് ചർച്ച ഫിഖ്ഹിൽ കൊടുക്കുന്നുണ്ട്. മഹാന്മാരായ ഫുഖഹാക്കൾ പറയുന്നു, ഇദാ തസവ്വറു ബിസൂറത്തിൽ ആദമീന, മനുഷ്യ രൂപത്തിലാണ് ജിന്നുകൾ വന്ന് ഇവിടെ ജുമുഅ നടത്തിയെങ്കിൽ ആ ജുമുഅ നടത്താത്തതിന്റെ പേരിൽ നാട്ടുകാർ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. മനുഷ്യരും ജിന്നുകളും തമ്മിൽ വൈവാഹിക ജീവിതത്തെ കുറിച്ച് കിതാബുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. മാമം അബ്ദുൽ ലത്തീഫ് മൗലവി സനദ്ദാനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. قال الله سبحانه وتعالى ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر. صدق الله مولانا العلي العظيم. ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജമാഅത്ത് പ്രസിഡന്റ് അവർകൾ, യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഈ മഹല്ലത്തിന്റെ ഇമാമും മുദരിസുമായ ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഫൈസി ഉസ്താദ് അവർകൾ, ഇവിടെ ആശംസാ പ്രസംഗം നടത്തി സംസാരിച്ച ബഹുമാന്യനായ അൻവർ ബാഖവി ഉസ്താദ് അവർകൾ, ഈ വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത സുഹൃത്തുക്കൾ, സഹോദരന്മാർ, മുതഅല്ലിമീങ്ങൾ, ഈ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അവന് പൊരുത്തപ്പെട്ട സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ.
വിശുദ്ധ റമദാനിൽ നാം പ്രതീക്ഷിക്കുന്ന പവിത്രമായ ലൈലത്തുൽ ഖദറിന്റെ പൂർണ്ണമായ സവാബ് കിട്ടുന്ന യഥാർത്ഥ വിജയികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുനീർ ഹുദവി വിളയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. അള്ളാഹുവിന് പ്രേഷ്ഠകരമായ പ്രവൃത്തി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്നേഹത്തെ പ്രവേശിപ്പിക്കലാണ്. മേക്കിംഗ് അതേഴ്സ് ഹാപ്പി. നമ്മൾ പറയാറുണ്ട്, പ്ലീസ് മേക്ക് അതേഴ്സ് ഹാപ്പി. നമ്മൾ മറ്റുള്ളവരെ ഹാപ്പിയാക്കുക. നമ്മൾ ഹാപ്പിയാകുന്നതിന്റെ കൂടെ തന്നെ മറ്റുള്ളവർ കൂടി സന്തോഷിക്കുക. ഇസ്ലാമിലെ ഏത് കർമ്മങ്ങളും നമ്മളുടെ സന്തോഷത്തോടു കൂടെ മറ്റുള്ളവർ കൂടി സന്തോഷിക്കണമെന്ന നിലപാട് തറയിൽ നിന്ന് ഉയർക്കൊണ്ട കർമ്മങ്ങളാണ്. ഇപ്പൊ സക്കാത്ത് 2.5% നിർബന്ധ ദാനം കൊടുത്താലേ ബാക്കിയുള്ള 97% നമുക്ക് ഹലാലാവുകയുള്ളൂ, സാധുവാകുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന എല്ലാം അന്യായമാണ് എന്ന് ഒരു മതം നമ്മളോട് പറയാൻ. ഇതിനോടനുബന്ധിച്ച് നടന്ന ദുആ സമ്മേളനം അസയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ യമാനി നേതൃത്വം നൽകി. വളരെ അനന്യസാധാരണമായ വൈജ്ഞാനികമായ ഒരു സദസ്സാണിത്. പരിശുദ്ധമായ ദീൻ പഠിച്ച് ദീനിനും ഉമ്മത്തിനും നേതൃത്വം നൽകാൻ കഴിയുന്ന പ്രഗത്ഭമതികളായ പണ്ഡിതന്മാർ ലോകത്തിന് സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള അവരുടെ പാണ്ഡിത്യത്തിന് നൽകുന്ന അംഗീകാരവും സമ്മതവും എന്നതുപോലെയുള്ള ഈ സന്നദ്ധാന സംഗമം, അതോടൊപ്പം ഇഫ്താർ, ഇതെല്ലാം അള്ളാഹു വലിയ സന്തോഷത്തിലാക്കി തരട്ടെ. തുടർന്ന് നടന്ന ഇഫ്താർ സംഗമത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ ചിറയിൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് അറേബ്യനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.